അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് മണിയുടെ 3 റെസ്പോൺസാണ്. മണിയുടെ അല്ല, നമ്മൾ മണിയായിട്ടുള്ള 3 ഒരു റെസ്പോൺസ് വരെ. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മളിൽ കുറേ പേര് ഈ 3 കാറ്റഗറിയിൽ നമ്മൾ 3 പേരും എല്ലാവരും പെടും. പക്ഷേ എന്നാലും ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് വിത്ത് ഹ്യൂമൻസ് ആൻഡ് മണി എന്ന് പറയുന്നത് ഫൈറ്റ് റെസ്പോൺസ് ആണ്. വി ആർ ഫൈറ്റിംഗ് വിത്ത് മണി. അതെന്തുകൊണ്ടാണ് കൂടുതലും ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികളായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ നമ്മൾ നിന്ന സമയത്ത് പേരൻസ് എപ്പോഴും ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി എല്ലാം വളരെ റിച്ചാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഒരു പേരൻസും നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ കുറച്ചൊരു കുറഞ്ഞ ആൾക്കാരായിട്ട്. അപ്പം ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു തരം അവരെല്ലാം നല്ല വണ്ടിയിൽ വരുന്നു, നമ്മളൊരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു. അപ്പം ഇതെല്ലാം ഇൻസെക്യൂരിറ്റി ഈവൻ ഫോർ എ കിഡ് ഉണ്ടാകാം. അപ്പം കുട്ടികളെ ചേർക്കുമ്പോൾ വലിയ വലിയ ഹൈ എൻഡ് സ്കൂളുകളിൽ ചേർക്കും. അപ്പോൾ അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു അനുഭവമാണ്, ആ ക്ലയൻറ്റിൻ്റെ കുട്ടിയുടെ അനുഭവമാണ്. അതായത് ഈ കുട്ടിയെ മാത്രം ബാക്കിയുള്ള ഫ്രണ്ട്സ് വിളിക്കില്ല, പാർട്ടീസിനോ അല്ലെങ്കിൽ അവരുടെ ഗെറ്റ് ടുഗെദറിനോ ഒന്നും വിളിക്കില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ യു ആർ കമ്മിങ് ഇൻ എ ഹോണ്ട സിറ്റി. കണ്ടോ? അപ്പോൾ അവിടെ ആ കുട്ടി ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും, എനിക്കും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണം എന്നായിരിക്കും ആദ്യം വരിക. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇൻസൾട്ട് കൊണ്ടും ഇൻസെക്യൂരിറ്റി കൊണ്ടും വളരുന്ന ആളുകൾ നമ്മളെല്ലാം പല രീതിയിലൊക്കെ അങ്ങനെ വളർന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, പോയിന്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും മണിയായിട്ട്. അപ്പോൾ അവരുടെ ട്രീറ്റ്സ് ആണ്, ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഐ വിൽ പേ ദ ബിൽ. നമ്മളൊരു വലിയേട്ടൻ കളിക്കാൻ നോക്കും, ഒരു ബിഗ് ബ്രദർ ആവാൻ നോക്കും, ഒരു ഫാദർ ഫിഗർ അവിടെ ആവാൻ നോക്കും. അതായത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് അവർ ഇൻസെക്യൂരിറ്റി, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് വി ഹാവ് എ ലോട്ട് ഓഫ് മണി. അതുകൊണ്ടല്ല, നമ്മളുടെ ഇൻസെക്യൂരിറ്റിയാണ്, ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 4-5 പേരായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രെസ്സാണ്, അതായത് എനിക്ക് കാണിക്കണം എനിക്കിതിന് പറ്റും. എൻ്റെ ഒരു ക്ലയൻറ്റ് ചെയ്ത കാര്യമാണ്, ലോൺ എടുത്ത് നല്ലൊരു തുക ലോൺ എടുത്ത് അടിച്ചു പൊളിച്ച് ആർഭാടമായിട്ട് കല്യാണം കഴിച്ചു. ബാക്കിയുള്ള തുകയും കൊണ്ട് അവർ സുന്ദരമായിട്ട് ജീവിച്ചു. ഇപ്പോഴും ആൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും ലോൺ എടുത്തിട്ട് കല്യാണം ഓക്കെ മനസ്സിലാക്കാം, പക്ഷേ ജീവിക്കുന്നതും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻസെക്യൂരിറ്റി. എനിക്ക് ആളുകളുടെ മുമ്പിൽ കാണിക്കണം. ആ ഒരു ഫൈറ്റ് റെസ്പോൺസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണത്. കാരണം എനിക്ക് ഇവിടെ ഒരു സ്ഥാനം വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ ചിലപ്പോൾ വലിക്കുവാണ്. യെസ്, അതായത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ മണിയുടെ ഇത് പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. സോ യു ആർ ഫൈറ്റിംഗ് വിത്ത് മണി ബിക്കോസ് ഓഫ് യുവർ ഇൻസെക്യൂരിറ്റി. അപ്പം ഇതിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക ഏതൊക്കെ ഇൻസെക്യൂരിറ്റിയാണ്, എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നതെന്നുള്ളത്. അപ്പം ഈ വ്യക്തി വളരെ, അതായത് എന്തോരം പൈസ ഉണ്ടാക്കിയാലും ഇവർക്ക് ഈ ഇൻസെക്യൂരിറ്റി കാരണം ഇവരിങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും. ഇപ്പം വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു, ഞാൻ 10 പവൻ തന്നേക്കാം. അതായത് അവർക്ക് ആ പേര് വേണം, അതാണ് അവർ ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ പേരും സ്ഥാനവും വേണം. അപ്പോൾ അതാണ് അവർ മണി ഇല്ലാത്തത് കൊണ്ട് അനുഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അവർക്ക് ഫീൽ ചെയ്യണം. അവർ ഈ ലാക്ക് നികത്താൻ വേണ്ടി എന്തോരം ശ്രമിച്ചാലും ഇവർക്കിത് നികലില്ല. അതിൻ്റെ റീസൺ ഇവരുടെ ഇൻറ്റൻഷൻ ഈസ് കമ്മിങ് ഫ്രം ദ പ്ലേസ് ഓഫ് ഇൻസെക്യൂരിറ്റി. അത് അവയർനെസ് കൊണ്ടല്ല ഉണ്ടാവുന്നത്.